കഴിഞ്ഞ 3 വർഷമായിട്ട് ഡോക്ടർ സുനീഷിൻ്റെ ചികിത്സയിലുള്ള ആളാണ് ഞാൻ. നിരന്തരമായിട്ടുള്ള എഴുത്ത്, യാത്രകൾ, പ്രസംഗം ഇതൊക്കെ കാര്യമായിട്ട് ബാധിച്ചത് എൻ്റെ കഴുത്തിനെയും നട്ടെല്ലിനെയുമാണ്. അസഹ്യമായ വേദന വരുമ്പോഴൊക്കെ പെയിൻ കില്ലർ കഴിക്കുക എന്ന ഒരു പരിഹാരം മാത്രമാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഞാൻ പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല. വേദന സഹിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മാർഗം. എല്ലാ കൊല്ലവും ഞാൻ ആയുർവേദ ചികിത്സയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഉള്ള വേദനകൾക്ക് പരിഹാരം എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ചൂട് പിടിക്കും, കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യും, എങ്കിൽ ആ വേദന നമ്മളെ ഒന്നിനും സംഭവിക്കാത്ത രീതിയിലേക്ക് വളരുകയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് കടുത്ത സ്പോണ്ടിലൈറ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പൈനിലെ 1-2 സ്ഥലത്ത് ശക്തമായ വേദനയുണ്ട്. ഇതുമൂലം നമുക്ക് എഴുതാനിരിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് എനിക്ക് പേടിയായത്. എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ള അവസ്ഥ തന്നെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒന്നാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ മരുമകൾ 3 കൊല്ലം മുമ്പ് എൻ്റെ മകൻ്റെ ഭാര്യ, അവളൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ആ കുട്ടി ബൈക്കിൽ നിന്ന് വീണ് അവളുടെ കാലിൻ്റെ ലിഗ്മെൻ്റ് പൊട്ടി അവൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഓപ്പറേഷന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പോൾ അതിനാര് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയൊരു അന്വേഷണം അവൾ നടത്തി. അവളാണെങ്കിൽ വളരെ പെർഫെക്ഷൻ്റെ ഒരാളും കൂടിയാണ്. അപ്പോൾ അത്രയും മികച്ച ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അങ്ങനെയാണ് ഡോക്ടർ സുനീഷിലേക്ക് എത്തിയത്. ഡോക്ടർ സുനീഷ് വന്ന ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്. ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മളുടെ ശരീരം വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഡോക്ടറുടെ ചികിത്സയിൽ ഏകദേശം ഒരു മാസത്തോളം അവളിവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് കടുകിട വിടാതെ എക്സസൈസ് എല്ലാം കൊണ്ടുപോയി 1 കൊല്ലം ആകുമ്പോഴേക്കും അവൾക്ക് വീണ്ടും പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അവളോടൊപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ വളരെ ഉദാരമായിട്ട് മാഡത്തിന് വേണ്ടി ഞാൻ വന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അത് 3 കൊല്ലമായിട്ട് തുടരുകയാണ്. അത് ഡോക്ടർ അല്ലാതെ കണ്ട് വേറൊരാൾ വന്നാലും എനിക്ക് ആശ്വാസമാവില്ല എന്നുള്ള തരത്തിൽ ഡോക്ടർ സുനീഷിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ വേദനകളെയും മാനേജ് ചെയ്യുന്നത്.